പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് നമസ്കാരം. സരസ്വതിയമ്മ വളരെ ദൂരെ കൂട്ടി എറിഞ്ഞപ്പോഴേ സുഭദ്രയമ്മയ്ക്ക് കാര്യം മനസ്സിലായി. അശോകനെ കൊണ്ട് രാജിയെ കല്യാണം കഴിപ്പിക്കുക, അതാണ് അവരുടെ ഉദ്ദേശമെന്ന്. വീട്ടിലെത്തി ഭാമിയോട് വിവരം പറയുന്ന സുഭദ്ര ശ്രീധരമ്മേനോട് പറയരുതെന്ന് പറഞ്ഞിട്ടും ഭാമിക്കത് ചെയ്യാതിരിക്കാൻ കഴിയുന്നില്ല. കോപം അടക്കാനാവുന്നില്ല ശ്രീധരന്. രാജിയോട് വിളിച്ച് അശോകനെ ഉപദേശിച്ച് നന്നാക്കാനൊന്നും പോകണ്ടെന്ന് താക്കീത് നൽകുകയും ചെയ്യുന്നു. സംഭവം എന്താണെന്നറിയാതെ അമ്പരക്കുന്ന രാജിയോട് സുഭദ്രയമ്മയ്ക്ക് കാര്യം വെളിപ്പെടുത്തേണ്ടി വരുന്നു. അവകാശികളുടെ 2ാം ഖണ്ഡം 4ാം അധ്യായം 2ാം ഭാഗം. കൊച്ചച്ഛൻ നല്ല ഉറക്കമാണ്. ഇടയ്ക്കുണരാതെ ഇങ്ങനെ കിടന്നുറങ്ങിയാൽ മതിയായിരുന്നു. പേടിയുണ്ട്. ഇന്ന് കുറച്ചു കുഴപ്പമുണ്ടായിട്ടുള്ള ദിവസമാണല്ലോ. കുഞ്ഞച്ഛനുമായുള്ള എന്താണെന്നാ പറയേണ്ടത്? വഴക്കാണോ? വഴക്കല്ല, എന്നാലും ഏതാണ്ടത് തന്നെ. കൊച്ചച്ഛൻ നന്ന് ക്ഷോഭിച്ചു, പതിവില്ലാത്ത വണ്ണം. അതിൻ്റെ പിന്നാലെയാണ് രാജി. മിസ്റ്റർ ഉണ്ണി എന്തോ മറച്ചു വെക്കുന്നുണ്ടെന്ന് തോന്നി. അങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കാവുന്ന കൂട്ടുകാരൊന്നുമില്ലല്ലോ അവൾക്ക്. എന്തായാലും അധികം പരിഭ്രമിപ്പിക്കാതെ എത്തിയല്ലോ, അത് ഭാഗ്യം. മിസ്റ്റർ ഉണ്ണി സമയത്തിനെത്തി, അല്ലെങ്കിൽ അവൾക്ക് തനിച്ച് ടാക്സി പിടിച്ചു വരേണ്ടി വന്നേനെ. മിസ്റ്റർ ഉണ്ണിയോടും കൊച്ചച്ഛൻ എന്തൊക്കെയോ പറഞ്ഞിരിക്കുന്നു കുഞ്ഞച്ഛനെ പറ്റി. താൻ പറഞ്ഞത് അദ്ദേഹം വിശ്വസിച്ചിരിക്കില്ല. അതാലോചിക്കുമ്പോൾ അല്പം ഒരു അസ്വാസ്ഥ്യം. അദ്ദേഹത്തോട് സത്യം പറയാതിരുന്നത് നന്നായില്ല. കൊച്ചച്ഛന് ഇത്രയധികം വിശ്വാസവും ബഹുമാനമുള്ള മനുഷ്യൻ വേറെയില്ല. മിസ്റ്റർ ഉണ്ണിയെ കണ്ടാൽ മതി, കൊച്ചച്ഛൻ്റെ അസുഖവും ക്ഷീണവും ഒക്കെ മാറും. എത്ര നേരം വേണമെങ്കിലും വർത്തമാനം പറഞ്ഞിരുന്നുള്ളൂ. പോയി കഴിഞ്ഞാൽ എന്നും പറയും, ഇത്ര യോഗ്യനായ ഒരാളെ ഞാൻ വേറെ കണ്ടിട്ടില്ല. എന്തോരറിവ്, എന്തു സ്വഭാവം. ഒരിക്കൽ ഓർക്കാപ്പുറത്ത് ഇത്രയും കൂടി പറഞ്ഞു, ഒരു 20 കൊല്ലം മുമ്പ് എനിക്ക് പരിചയമുണ്ടായിരുന്നെങ്കിൽ. എന്നിട്ട് തൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ടെന്ത് കാര്യം? 20 കൊല്ലം പിടിച്ചാൽ കിട്ടാത്തവണ്ണം പോയി കഴിഞ്ഞില്ലേ? അത് മനസ്സിലാക്കിയിട്ടാവണം. കൊച്ചച്ഛൻ നീണ്ട ഒരു നെടുവേർപ്പിട്ടു. മുഖത്ത് പശ്ചാത്താപം തുളുമ്പിയിരുന്നു. പശ്ചാത്താപം കൊണ്ട് എന്ത് കാര്യം? ചീന്തിപ്പോയ ജീവിതത്തിൻ്റെ തുണ്ടുകൾ പശ്ചാത്താപത്തിൻ്റെ തുപ്പല് കൂട്ടി ഒട്ടിച്ചു നിർത്താൻ പറ്റില്ലല്ലോ. കൊച്ചച്ഛൻ്റെ തലയണകൾ ഒന്നുകൂടി ശരിപ്പെടുത്തി പുറത്തു കടന്നു. വാതിൽ ചാരി പുതപ്പും കരിമ്പിടവും ചുരുട്ടി കക്ഷത്തിലിറുക്കി പിടിച്ചുകൊണ്ട് രുക്മിണി കാത്തു നിൽക്കുകയാണ്. ദൊരേ വെളിയെ തൂങ്കവിട പോറുങ്ങളാ, കാലായിലെ പാത്ത മരക്കട്ടയാട്ടം ഇരിക്കും. അവർക്ക് അതുതാൻ വിരിപ്പം, പോട്ടുകൊടു. രുക്മിണി മുഖം കൊണ്ട് എനിക്ക് അറിഞ്ഞൂടപ്പാ എന്ന് ഗോഷ്ടി കാട്ടി പുറത്തേക്ക് പോയി. തനിക്കും മനസ്സിലാവുന്നില്ല, അകത്ത് വന്ന് കിടന്നാൽ എന്താണ് കുഴപ്പം. വല്ലാത്തൊരു യോഗം തന്നെ. എത്ര നല്ല ചെറുപ്പക്കാരൻ, എന്ത് ബുദ്ധിശാലി, എന്തൊരറിവ്, എന്ത് മിടുക്കൻ. സമ്പന്നമായ കുടുംബത്തിൽ പിറന്നു. സുഖമായി ജീവിക്കാനുള്ള ചുറ്റുപാടുകളുണ്ട്. വലിയ ഒരാളായി ഉയരാനുള്ള സാധ്യതകളുമുണ്ട്. എന്നിട്ടും ഭിക്ഷാന്തേക്കിയായി ലോകം ചുറ്റി നടക്കുന്നു. സ്നേഹമോ ബന്ധമോ ഒന്നും അവകാശപ്പെടാനില്ലാത്ത ആരുടെയോ കോലായിൽ കിടന്നുറങ്ങുന്നു. തലയിലെഴുത്തിൻ്റെ ശക്തിക്ക് ഇതിനേക്കാൾ വലിയ തെളിവ് വേണോ? പതുക്കെ കോണിക്കിലേക്ക് നടന്നു. അച്ഛനും അമ്മയും എത്ര തീയായിരിക്കും തിന്നുന്നതെന്ന് ജിമ്മിന് അറിഞ്ഞുകൂടാ, വിശേഷിച്ചും അമ്മ. ഒരു പെറ്റമ്മയ്ക്കും സഹിക്കാൻ കഴിയാത്തതാണിത്. ആ സ്ത്രീ എന്തെല്ലാം സ്വപ്നം കണ്ടിരിക്കും, പാലൂട്ടി താരാട്ടി വളർത്തുമ്പോൾ. കുഞ്ഞമ്മയുടെ ഇരിപ്പും കണ്ണൊപ്പലും. അശോകൻ്റെ കാര്യം ആലോചിച്ചിട്ടാ എനിക്കിപ്പോൾ ദുഃഖമൊക്കെ. എന്തൊരു മിടുക്കനായിരുന്നു, നിനക്ക് തന്നെ അറിയാലോ. കേട്ടപ്പോൾ ശ്രീചേട്ടൻ നോക്കിയ നോട്ടം ഭസ്മമാവുമെന്ന് വിചാരിച്ചു. ആ പൂതി നടപ്പില്ലെന്ന് നിനക്ക് വെട്ടിത്തുറന്ന് പറയാമായിരുന്നില്ലേ? മറുപടി ഒന്നും പറഞ്ഞില്ല. ചേട്ടത്തിയമ്മയോട് പറഞ്ഞത് അബദ്ധമായി. നേരെ പോയി ശ്രീചേട്ടനോട് പറഞ്ഞു. തൽക്കാലം പറയേണ്ട എന്ന് പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചതാണ്. പറയുമെന്ന് പ്രതീക്ഷിക്കേണ്ടതായിരുന്നു. ഒരു നിലയ്ക്ക് അതും നന്നായി. നേരിട്ട് പറയാതെ കഴിഞ്ഞുവല്ലോ. ശ്രീചേട്ടന് ഇത്ര ദേഷ്യം വരുമെന്ന് കരുതിയില്ല. കുഞ്ഞമ്മ ആകപ്പാടെയുള്ള സങ്കടം കൊണ്ട് പറഞ്ഞതാണ്. ഒരു ദുഷ്ടബുദ്ധിയും വിചാരിച്ചിട്ടല്ല, നല്ലത് വിചാരിച്ചിട്ട് തന്നെയാണ്. കണ്ണ് നിറഞ്ഞിരുന്നു. കുഞ്ഞമ്മയുടെ വിഷമം തനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ശ്രീചേട്ടനും ഒന്നും അറിയാതെ പറയില്ല. എല്ലാം ശ്രീചേട്ടൻ്റെ ഇഷ്ടം പോലെ ആവട്ടെ, ഞാനൊന്നിനുമില്ല. അവൾക്ക് നല്ലത് വരണം,
അത്രയേ ഉള്ളൂ. രണ്ടാം മുണ്ടിൻ്റെ കോന്തല കൊണ്ട് കണ്ണു തുടച്ചു. അമ്മാ. വീണ്ടും രുക്മിണി. അവൾ ഡൈനിങ് ടേബിളിന്മേൽ പാലാറ്റുകയാണ്. നാളെ കാലായിൽ ബുക്കുറ്റിയെങ്കി കോവിലേക്ക് പോറതുണ്ടോ? പോണോം. എസ്റ്റേറ്റിലേരുന്ന് വെജിറ്റബിൾസ് വന്നിരിക്കേ. അതിലൊരുന്ന് കൊഞ്ചം എടുത്ത് ഒരു ബാസ്ക്കറ്റിലേ പോട്ട് കാടിയിലേ വെച്ചിട്. ഡോക്ടർ അമ്മാവുക്ക? ആമാ. രുക്മിണിയുടെ തലയാട്ടൽ കണ്ടപ്പോൾ ഉള്ളിൽ ചിരി വന്നു. ഈ അമ്മ എത്രയായാലും നേരെയാവില്ല എന്ന് സ്നേഹത്തോടെ മനസ്സിൽ വിചാരിക്കുകയാണ് അവൾ. തോട്ടത്തിൽ നിന്ന് വരുന്ന പച്ചക്കറികളും മറ്റും പങ്കുവച്ചു കൊടുക്കുന്നത് അവൾക്കിഷ്ടമല്ല. പകരം ഇങ്ങോട്ടൊന്നും തരുന്നില്ലല്ലോ എന്നാണ്. അതെന്തിനാ നോക്കണത്? കൊച്ചച്ഛൻ്റെ സ്വത്താണ്. അത് കുഞ്ഞച്ഛനും മക്കളുമൊക്കെ അനുഭവിക്കേണ്ടതല്ലേ. ഇവിടെയാണെങ്കിൽ ധാരാളമുണ്ട് താനും. ബുക്കുറ്റിയെങ്കിൽ കൊണ്ടുപോയി മിനിക്ക് കൊടുക്കുന്നതിലാണ് കൂടുതൽ പ്രതിഷേധം അവൾക്ക്. പെരിയാവൂക്ക് വിരോധമുള്ള ആളാണല്ലോ കരുണൻ. അതുകൊണ്ടെന്താ? അതൊക്കെ ഒരു തെറ്റിദ്ധാരണ. പണ്ടെന്നോ വഴക്കടിച്ചു എന്തോ കാര്യത്തിന്. അതുകൊണ്ട് കാലാകാലം കൊരട്ടത്ത് വെച്ചിരിക്കണോ? രണ്ടുപേരും വാശിക്കാരാണ്, അമ്മാമ്മനും മരുമകനും. സ്നേഹക്കുറവല്ല, സ്നേഹത്തേക്കാൾ കൂടുതലാണ് വാശി. എന്താ ചെയ്യുക? രണ്ടുപേർക്കും വിഷമുണ്ട്. എന്നാലും വാശി വിടില്ല. മുകളിലെ കോണിത്തളത്തിൽ ശ്രീചേട്ടൻ ഇരിപ്പുണ്ട്. സെറ്റിയുടെ ഒരു വശം ചാരി രാജി തലകുനിച്ചു നിൽക്കുന്നു. ശ്രീചേട്ടൻ്റെ കിടപ്പുരയുടെ വാതിൽക്കൽ ചേട്ടത്തിയമ്മയും. ഞാനവളോട് പറയായിരുന്നു, ശ്രീചേട്ടൻ വിശദീകരിച്ചു. അശോകനോട് അടുത്ത് പെരുമാറണ്ടെന്ന്. മറുപടി പറയാതെ ഒരു ഭാഗത്തൊഴിഞ്ഞു നിന്നു. ചേച്ചിയമ്മ പലതും പറയും. ശ്രീചേട്ടൻ രാജിയോട് തുടർന്നു. ബഹുമാനിക്കേണ്ടത് ആവശ്യമാണ്. പക്ഷേ ചിലപ്പോഴൊക്കെ പറയണതിൻ്റെ പിന്നിൽ വേറെ പല ഉദ്ദേശ്യങ്ങളും ഉണ്ടാവും. അത് മനസ്സിലാക്കണം. നീയും അശോകനും കുട്ടിക്കാലത്ത് ഒന്നിച്ച് കളിച്ച് നടന്നിട്ടുണ്ട്, ശരി തന്നെ. പക്ഷേ അത് വിചാരിച്ച് ഇപ്പൊ നീ അവനെ നന്നാക്കാനൊന്നും പുറപ്പെടണ്ട. നിന്നെ കൊണ്ട് അതിനൊന്നും കഴിയൂല്ല. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, രാജി ഒച്ചയുയർത്താതെ പറഞ്ഞു. ചേച്ചിയമ്മ പറഞ്ഞപ്പോൾ മൂളിന്ന് മാത്രം. അതിൽ തെറ്റൊന്നുമില്ല. സത്യം തെറ്റിക്കാതിരിക്കാൻ വേണമെങ്കിൽ അവനോടൊരു വാക്കോ മറ്റോ പറഞ്ഞോ, അതിനും വിരോധമില്ല. പക്ഷേ അതോടെ നിർത്തണം. കൂടുതൽ ലോകത്തിനൊന്നും പോണ്ട, മനസ്സിലായോ? അവൾ കീഴ്ചുണ്ട് കടിച്ചു പിടിച്ചു നിലത്ത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. മൂളുന്നു വന്നല്ലാതെ മുഴുവൻ ബോധ്യപ്പെട്ട മട്ടില്ല. നീ കുട്ടിയല്ല, അതുകൊണ്ട് എന്താ ശ്രീമാമ ഇങ്ങനെ പറയണമെന്ന് നിനക്ക് സംശയമുണ്ടാവും. തക്ക കാരണം ഉണ്ടായിട്ടാണ്. അത്രേ ഇപ്പൊ പറയാൻ പറ്റുള്ളൂ. സമയം വരുമ്പോൾ പറഞ്ഞ് മനസ്സിലാക്കി തരാം. പോരെ? അവൾ മതിയെന്ന് തലയാട്ടി. ശരി, ഇനി പോയി കിടന്നോ. രാജി ഒന്നും പറയാതെ കിടപ്പുമുറിയിലേക്ക് നടന്നു. പോകുന്ന പോക്കിൽ ചേട്ടത്തിയമ്മയെ ഒന്ന് നോക്കി. ചേട്ടത്തിയമ്മ ആ നോട്ടം ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നതായി തോന്നി. രാജിയുടെ പിറകെ പോകാൻ പുറപ്പെട്ടപ്പോൾ ശ്രീചേട്ടൻ തടഞ്ഞു. ഒരു മിനിറ്റ് നിൽക്ക്, നിന്നോടും ഒന്ന് പറയാനുണ്ട്. പറഞ്ഞോളൂ എന്ന ഭാവത്തിൽ നിന്നു. വൈകുന്നേരം പറഞ്ഞതിലും കൂടുതലായി എന്താണാവോ പറയാനുള്ളത്? ഞാൻ അവളോട് മറ്റേ സംഗതി പറഞ്ഞിട്ടില്ല. അവളോട് കുഞ്ഞമ്മ സംസാരിച്ചതിനെപ്പറ്റി മാത്രമേ ഞാൻ സംസാരിച്ചുള്ളൂ. അതൊന്നും ഒരിക്കലും നടക്കില്ല. ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. പിന്നെ അത് പറഞ്ഞ് അവളെ എന്തിനാ വിഷമിപ്പിക്കണത്? അങ്ങനെ വേണമെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും നീ ഒരു സൂചന കൊടുത്താൽ മതി. പിന്നെ ഇനി എപ്പോഴെങ്കിലും കുഞ്ഞമ്മ ഈ വിഷയം എടുത്തിട്ടാൽ നിനക്കൊന്നും അറിയില്ല, ശ്രീചേട്ടനോട് സംസാരിച്ചോളൂ എന്ന് പറഞ്ഞേക്ക്. എന്നോട് ചോദിച്ചാൽ ഞാൻ തക്ക മറുപടി പറഞ്ഞോളാം. ഓരോരുത്തരുടെ മോഹങ്ങൾ. ശ്രീചേട്ടൻ പിന്നോക്കം ചാരിയിരുന്ന് കൈവിരലുകൾ കഴുത്തിന് പിന്നിൽ കോർത്തു പൊട്ടിച്ചു. ആ കിപ്പി ചെറുക്കന് എവളെ പിടിച്ചു കൊടുക്കുമെന്ന് സ്വപ്നം കാണരുതേ. കുറെ ഭയങ്കരാണേ. കൂടുതൽ എന്തെങ്കിലും പറയുമോ എന്നറിയാൻ അല്പനേരം കാത്തുനിന്ന് രാജിയുടെ മുറിയിലേക്ക് നടന്നു. ശ്രീചേട്ടൻ ഒന്ന് നോക്കുക മാത്രം ചെയ്തു. ചേട്ടത്തിയമ്മ മുഞ്ചിരി തൂകാനൊരു ശ്രമം നടത്തി. മുഴുവൻ ചാരാത്ത കതക് തുറന്ന് അകത്ത് കടന്നു. രാജി കട്ടിലിന്മേൽ ഇരിക്കുകയാണ്, കൈ ഇരുവശത്തും കുത്തിക്കൊണ്ട്. അവളുടെ മുഖം അസ്വസ്ഥത വിളിച്ചു പറയുന്നുണ്ട്. ആരെയും ശാസിക്കുകയോ ഉപദേശിക്കുകയോ പതിവില്ല. താൻ എത്തുന്നതിന് മുമ്പ് ശ്രീചേട്ടൻ എന്തൊക്കെയാണാവോ പറഞ്ഞത്. ചേട്ടത്തിയമ്മയുടെ അസുഖം തോന്നി. എല്ലാം പോയി ഉടനെ തന്നെ ശ്രീചേട്ടനോട് പറയേണ്ടിയിരുന്നുവോ? അടുത്ത് ചെന്ന് കട്ടിലിലിരുന്നു. ശ്രീമാമ ദേഷ്യപ്പെട്ടൊന്നും പറഞ്ഞില്ലല്ലോ എന്നോട്? ഇല്ല,
പിന്നെന്താ നീ വല്ലാണ്ടിരിക്കുന്നത്? ഒന്നുമില്ല. അവൾ കൈകൾ മടിയിൽ മലർത്തി വെച്ചു. പക്ഷേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ചേച്ചിയമ്മ എന്നോട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞു. അതത്ര അപകടമുള്ളതാണെന്നൊന്നും എനിക്ക് തോന്നിയില്ല. അമ്മായിയും ശ്രീമാമയും പറയണത് കേട്ടാൽ വേറെ എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നും. എന്തെങ്കിലും മനസ്സിലുണ്ടാവും. അവളെ അരികത്തെ കണച്ചിരുത്തി മുടിയിൽ തലോടി. അല്ലെങ്കിൽ ശ്രീമാമ നിന്നെ വിളിക്കുകയും പറയുകയും ചെയ്യില്ലല്ലോ. ഉണ്ടാവാം, പക്ഷേ അതെന്താന്നാ എനിക്ക് മനസ്സിലാവാത്തത്. കുഞ്ഞമ്മ പറയണതിൻ്റെ പിന്നിൽ വേറെ പല ഉദ്ദേശവും ഉണ്ടാവുമെന്ന് ശ്രീമാമ പറഞ്ഞുല്ലോ. അതെന്താ? എന്തെങ്കിലും ഉണ്ടാവും. ഒന്നും അറിയാതെ ശ്രീമാമ പറയില്ലല്ലോ. രാജി പെട്ടെന്ന് തിരിഞ്ഞിരുന്ന് മുഖത്തേക്ക് തറപ്പിച്ചു നോക്കി. എന്തോ ഉണ്ട്, അത് അമ്മയ്ക്ക് അറിയുകയും ചെയ്യാം. ഇല്ലേ? ഇല്ലേ? നോട്ട ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ച് പരാജയപ്പെട്ടു. അവളോട് നുണ പറയാൻ വയ്യ. അതേസമയം കാര്യം ഉടനെ തന്നെ പറയുന്നത് ശരിയാണോ എന്ന് സംശയവും. ഇല്ലേ അമ്മേ, ചിലതൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും നീ ഇപ്പോൾ അറിയണ്ട. ശ്രീമാമ പറഞ്ഞതനുസരിച്ചോ? അത് മതി. പറഞ്ഞതനുസരിക്കാം, പക്ഷെ എന്താ സംഗതിയെന്ന് എനിക്കും കൂടി അറിഞ്ഞൂടെ? അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. നീ അതൊന്നും വിചാരിച്ച് വിഷമിക്കണ്ട. സാരമില്ല. സാരുണ്ടോ സാരമില്ലയോ എനിക്കറിയണം. അവൾ 2 കൈയും തോളത്ത് വെച്ച് മുഖത്തേക്ക് പിന്നെയും തറപ്പിച്ച് നോക്കി. പറയൂ, എന്താന്ന് വെച്ചാൽ പറയൂ അമ്മേ. തെല്ലിയുടെ മുഖം കുനിച്ച് മിണ്ടാതിരുന്നു. അവളിങ്ങനെ ചോദിക്കുമ്പോൾ പറയാതിരിക്കാൻ വിഷമം. ഒരു കണക്കിന് അവൾ അറിഞ്ഞിരിക്കുന്നതാണ് നല്ലത്. കരുതലോടെ പെരുമാറാമല്ലോ. ഇനിയും കുഞ്ഞമ്മ അവളോട് എന്തെങ്കിലും പറഞ്ഞാൽ ഒത്ത മറുപടി പറയാനും കഴിയുമല്ലോ. അത്ര സാരമായിട്ടെടുക്കേണ്ട കാര്യമല്ല. കുഞ്ഞമ്മ പലതും പറഞ്ഞ കൂട്ടത്തിൽ ചിലതൊക്കെ പറഞ്ഞു എന്നോട് ഉച്ചതിരിഞ്ഞ് ഞാൻ ഭാനുവിനെ കാണാൻ പോയപ്പോൾ. എന്തൊക്കെയാ പറഞ്ഞത്? എന്തൊക്കെയാന്ന് വെച്ചാൽ കാര്യം എടുത്തടിച്ചതുപോലെ പറയാനൊരു വിഷമം. കുറേ പഴയ കാര്യങ്ങളും കുറേ പുതിയ കാര്യങ്ങളും. പഴയ കാര്യങ്ങൾ പോട്ടെ, പുതിയതെന്താ? പഴയത് തന്നെയാണ് പുതിയതും. പണ്ട് രാധാകൃഷ്ണേട്ടൻ ഒരിക്കൽ നിന്നെ മദ്രാസിൽ വന്ന് കണ്ടത് ഓർമ്മയുണ്ടോ? 66 ഉവ്വ്, ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് വരണ വഴിക്ക്. അതിപ്പോൾ ചോദിക്കാൻ? അന്ന് അവനൊരു മോഹം ഉണ്ടായിരുന്നു കുഞ്ഞമ്മയ്ക്ക് പ്രത്യേകിച്ചും. നന്ദൻ വഴിതെറ്റിപ്പോയി ഓസ്ട്രേലിയക്കാരിയെ കല്യാണം കഴിച്ചപ്പോൾ മുതൽക്ക് സൂചിപ്പിക്കാൻ തുടങ്ങിയതാ, രാധാകൃഷ്ണനെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിക്കണമെന്ന്. അവൾ പുരികമുയർത്തി. അത്ഭുതമായിരുന്നു മുഖത്ത്. നിനക്കത് അറിയില്ല, അറിയേണ്ട കാര്യവും ഉണ്ടായിരുന്നില്ല. എന്താന്ന് വെച്ചാൽ നിന്റെ മുത്തച്ഛനും ശ്രീമാമയും എടുത്ത വഴിക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞു. ഓ, അതിനിപ്പോൾ എനിക്കതിന് വലിയ വിരോധം ഉണ്ടായിരുന്നില്ല. ഇപ്പം തോന്നുന്നുണ്ട് അന്നത് സമ്മതിക്കായിരുന്നു നല്ലതെന്ന്. പറഞ്ഞു കഴിഞ്ഞപ്പോൾ തോന്നി ഇതെന്തിനാ പറഞ്ഞതെന്ന്. നാക്കത്ത് അറിയാതെ വന്നു പോയതാണ്. രാജി ഇടത്തെ പെരുവിരലിൻ്റെ നഖം കടിച്ച് മിണ്ടാതിരിക്കുകയാണ്. അന്നത് നടന്നിരുന്നെങ്കിൽ ഇന്നീ ദുഃഖം കാണുകയും അനുഭവിക്കുകയും വേണ്ട. രാധാകൃഷ്ണൻ കല്യാണം കഴിച്ച് നല്ല സ്ഥിതിയിലായിരിക്കുന്നു. കുഞ്ഞമ്മയുടെ മക്കളിൽ വെച്ച് ഏറ്റവും സൽസ്വഭാവിയാണ്. മിനിക്കുട്ടിയെപ്പോലെ കുഞ്ഞച്ചൻ്റെ നല്ല സ്വഭാവമൊക്കെ അവന് കിട്ടിയിട്ടുണ്ട്. കണ്ടാലും നല്ല ചേർച്ചയായിരുന്നിരിക്കും. ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇത് ഇപ്പം പറയാൻ പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു, അത്ര തന്നെ. കുഞ്ഞമ്മയ്ക്ക് ഇപ്പോൾ വേറൊരു മോഹമുണ്ട്. രാധാകൃഷ്ണൻ ഉദ്ദേശിച്ചത് അശോകനായാൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വിങ്ങൽ തീർന്ന പോലെ തോന്നി. അവളുടെ മുഖത്ത് നോക്കാതെയാണ് പറഞ്ഞത്. അവൾ ചാരിക്കിടന്ന വാതിലിലേക്ക് തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നീ വിഷമിക്കൊന്നും വേണ്ട. അവളുടെ തോളത്ത് കൈവച്ചു. ആരും അതിന് സമ്മതിക്കാനൊന്നും പോണില്ല. അതാ ശ്രീചേട്ടൻ പറഞ്ഞത് അശോകനുമായിട്ട് അടുത്ത് പെരുമാറാനേ പോകണ്ടെന്ന്. രാജി വാതുക്കൽ നിന്ന് നോട്ടം പിൻവലിച്ച് തലകുനിച്ചിരുന്നു. ഏതായാലും നീ അതൊന്നും ആലോചിച്ച് തല പുണ്ണാക്കണ്ട. കുഞ്ഞമ്മയുടെ സങ്കടം കൊണ്ട് പറഞ്ഞതാണ്. അശോകൻ്റെ കാര്യം ആലോചിച്ചിട്ട് എന്താ ചെയ്യുക? കുട്ടികൾ ഇങ്ങനെ തലതിരിഞ്ഞു പോയാൽ അമ്മമാർ വിഷമിക്കുകയല്ലാണ്ടേ. പറഞ്ഞു കഴിഞ്ഞത് നാക്ക് കടിച്ചു. അവളെയും ബാധിക്കുന്നതാണല്ലോ. വിഷയം മാറ്റേണ്ടത് അത്യാവശ്യമാണ്. അതൊക്കെ പോട്ടെ, നിന്റെ കാലിൽ വേദനയൊന്നും ഇല്ലല്ലോ? ഇല്ല. നനച്ചില്ലല്ലോ? നനച്ചാൽ പഴുക്കും. സൂക്ഷിക്കണം. എവിടെ ഞാനൊന്ന് നോക്കട്ടെ. ഇതേവരെ സൗകര്യപ്പെട്ടില്ല. എന്താ അത്ര നോക്കാനുള്ളത്? വിരലൊന്നും ഒരഞ്ഞു പൊട്ടി, നത്തിങ്. എന്നാലും നോക്കട്ടെ. രാജി കാലെടുത്ത് കട്ടിലിന്മേൽ കുത്തി സാരിയുടെ വക്കു പിടിച്ചുയർത്തി. മോതിര വിരലിന്മേൽ ഒരു കഷ്ണം ബാൻഡേഡ് പതിച്ചിട്ടുണ്ട്. വിരലുകൊണ്ട് അതിൻ്റെ ചുറ്റും പതുക്കിയൊന്ന് കുത്തി നോക്കി. വേദനയില്ലല്ലോ? ഇല്ലാന്നേ. രാജി സാരി പണ്ടത്തെ പോലെ പിടിച്ചിട്ട് കാല് നിലത്തു വെച്ചു. പ്ലാസ്റ്റർ നാളെ എടുത്ത് കളയാം.
അത്രയ്ക്കേ ഉള്ളൂ. എവിടെ വെച്ചേ പറ്റിയത്? ആമോയ് സ്ട്രീറ്റിൽ. മിസ്റ്റർ ഉണ്ണി കൂടെ ഉള്ളപ്പോഴായത് നന്നായി. ഉടനെ തന്നെ മുറിവ് വെച്ച് കെട്ടിയില്ലോ. അല്ലെങ്കിൽ എന്താ, എനിക്ക് മരുന്ന് വെക്കാൻ അറിയില്ലേ? മരുന്ന് വെച്ചില്ലെങ്കിൽ തന്നെ എന്താ, നിസ്സാരം. തൊലി ഇത്തിരി പോയിന്നേ ഉള്ളൂ, നത്തിങ്. നിസ്സാരായാലും എനിക്ക് സാരാണ്. അത് നിനക്ക് മനസ്സിലാവില്ല. കണ്ണുകൾ നിറയുമെന്ന് തോന്നി. അവളെ പിടിച്ച് മാറോടണച്ചു. ജീവിതത്തിൽ തനിക്ക് ആകെയുള്ള മുതലാണ്. അവൾക്ക് എന്തെങ്കിലും പറ്റിയാൽ അതിൻ്റെ വേദന തനിക്കാണ്. മദ്രാശിയിൽ നിന്ന് കമ്പി വന്നപ്പോൾ കണ്ണ് നിറഞ്ഞ് ഒരു തുള്ളി കവിളത്തേക്കൊഴുകി. രണ്ടാം മുണ്ടിൻ്റെ തുമ്പുകൊണ്ട് അത് തുടച്ചു. രാജിയുടെ സാന്നിധ്യത്തിൽ കരയുകയില്ലെന്ന് പലവട്ടം സ്വയം പറഞ്ഞുറപ്പിച്ചിട്ടുള്ളതാണ്. എങ്കിലും ചിലപ്പോഴൊക്കെ അറിയാതെ പറ്റിപ്പോകുന്നു. അമ്മേ. എന്താ? മാറത്തുനിന്ന് മുഖമുയർത്താതെ അവൾ പറഞ്ഞു. ഞാനിന്ന് കണ്ടു. ആരെ? പെട്ടെന്ന് ഉത്തരം പറഞ്ഞില്ല രാജി. ആരെ കണ്ടുവെന്നാണ് ഇത്ര എടുത്തു പറയാൻ മാത്രം? ആരെയാ കണ്ടത്? അച്ഛനെ. അച്ഛനെയോ? അതെ, മിസ്റ്റർ ഉണ്ണിയുടെ കൂടെ മടങ്ങുമ്പോൾ വഴിക്ക് വെച്ച്. തുടർന്നൊന്നും പറഞ്ഞില്ല, ചോദിച്ചതുമില്ല. അവൾ അച്ഛനെ കണ്ടു. ഉള്ളിൽ ഉറച്ചു കിട്ടാൻ പ്രയാസമുള്ള സംഗതി പോലെ അതുതന്നെ വീണ്ടും മനസ്സിൽ പറഞ്ഞു. അച്ഛനെ കണ്ടു, അച്ഛനെ. ഞങ്ങൾ ആമോയ് സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ കാറിൽ വന്നു. മിസ്റ്റർ ഉണ്ണിയെ കണ്ടപ്പോൾ കാർ നിർത്തി. പിന്നെയാണ് എന്നെ കണ്ടത്. ആ രംഗം മനസ്സിൽ സങ്കല്പിക്കാൻ ശ്രമിച്ചു. കാറിൽ നിന്നിറങ്ങുന്നു, അവളെ കാണുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മുഖം സങ്കല്പിക്കാൻ സാധിക്കുന്നില്ല. എന്നോ കണ്ടതാണ്. 18-19 കൊല്ലം മുമ്പ്. ഇപ്പോൾ എങ്ങനെയായിരിക്കുമെന്ന് ആർക്കറിയാം? രാജി പിടിപിടിവിച്ച് നിവർന്നിരുന്നു. ഞാൻ പറയണതൊന്നും അമ്മ കേൾക്കണില്ലേ? ഉവ്വ്. അവളുടെ മുഖത്തേക്ക് നോക്കി. കേട്ടു. എന്നിട്ട്? നാളെ പിന്നെയും കാണാമെന്നാണ് വെച്ചിരിക്കണത്. എവിടെ വെച്ച്? മിസ്റ്റർ ഉണ്ണിയുടെ വീട്ടിൽ വെച്ച് വൈകുന്നേരം. അച്ഛൻ എന്തൊക്കെ പറഞ്ഞു? ഇന്ന് കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. 1 മിനിറ്റേ നിന്നുള്ളൂ. നാളെ കാണണതാണല്ലോ. മറുപടി പറയാതെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. ഒന്നും പറയണമെന്ന് തോന്നുന്നില്ല. ഉള്ളിലാകെ ഒരു മരവിപ്പാണ് തോന്നുന്നത്. ഈ പറയുന്ന ഒന്നും തന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല എന്നൊരു തോന്നൽ. മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അച്ഛൻ കണ്ടാൽ വല്ലാതെ ആയിരിക്കണു. മുഖത്ത് നോക്കിയാൽ വയസ്സ് ബാധിച്ചതുപോലെയുണ്ട്. അതെയോ? മരവിപ്പ് പെട്ടെന്ന് അപ്രത്യക്ഷപ്പെട്ടു. തൊട്ടു വിളിക്കുമ്പോൾ ഞെട്ടി ഉണരുന്നത് പോലെ മനസ്സ് പിടഞ്ഞെഴുന്നേറ്റിരുന്നു. വല്ലാതെ ആയിരിക്കുന്നു? വയസ്സ് ബാധിച്ചതുപോലെ? എന്തു പറ്റിയാവോ? വല്ല സുഖക്കേടോ? നീ ചോദിച്ചോ? ഞാനൊന്നും ചോദിച്ചില്ല. സുഖക്കേട് പിടിച്ചത് കൊണ്ടൊന്നുമില്ല, ക്ഷീണമുണ്ടെന്ന് മാത്രം. നാളെ കാണുമ്പോൾ ചോദിക്കണം. രാജി മുഖമുയർത്തി വല്ലാത്തൊരു നോട്ടം നോക്കി. അതെന്തിനാ ചോദിച്ചറിയുന്നത് എന്ന് ചോദിക്കുന്നത് പോലെ. അവൾക്ക് മനസ്സിലാവില്ല. എത്രയായാലും വല്ലാതിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ മനസ്സിനൊരു വിഷമം. അദ്ദേഹം ഇപ്പോൾ തനിക്ക് ആരുമല്ല. എന്നാലും ഇവളുടെ അച്ഛനല്ലേ. ഇവിടുത്തെ DO ആണ്. എനിക്കറിയാം, പേപ്പറിൽ പേര് കാണണതല്ലേ. അവൾ വീണ്ടും ആ വല്ലാത്ത നോട്ടം നോക്കി. എന്നിട്ടെന്തേ അമ്മ എന്നോട് പറയാഞ്ഞത് എന്ന് ചോദിക്കുന്ന മട്ടെ. ഒരുപക്ഷെ അവൾ ചോദിച്ചേക്കാം. ചോദിച്ചാൽ ഉത്തരമില്ല. മനഃപൂർവ്വം പറയാഞ്ഞതല്ല, പറഞ്ഞില്ല, അത്ര തന്നെ. അച്ഛൻ സംഭാഷണത്തിനൊരു വിഷയമേ ആകാറില്ലല്ലോ. പിന്നെ ഇത് ഓർത്തു വെച്ച് പറയേണ്ട സംഗതി. എന്നാലും അവളുടെ മുഖത്ത് നോക്കാനൊരു പ്രയാസം. നേരം കുറേയായി, ഇനി നീ കിടന്നുറങ്ങ്. സുഭദ്രയമ്മ എഴുന്നേൽക്കാൻ തയ്യാറെടുത്തു. എനിക്കും ഇത്തിരി ജോലിയുണ്ട്. നാളെ രാവിലെ ഞാൻ ബുക്കിറ്റിയെങ്കിൽ തൊഴാൻ പോകുന്നുണ്ട്. നീ വരുന്നോ? മുരുകൻ കോവിലിലോ? അതെ. ഞാനില്ല. ഇല്ലേ? ശരി, വേണ്ട. അല്ലെങ്കിൽ നേരത്തെ എണീക്കണമല്ലോ. അത് നിനക്ക് ശീലമില്ല. വേണ്ട, പിന്നെ എപ്പോഴെങ്കിലും വൈകുന്നേരം പോയി തൊഴാം. അവർ എഴുന്നേറ്റു. ഇവളെന്താ ഈശ്വരനോട് പിണങ്ങിയോ? മുറിയിൽ നിന്ന് പുറത്തു കടന്ന് വാതിൽ ചാരിയപ്പോൾ മനസ്സിലുദിച്ച ശങ്ക അതായിരുന്നു. ഇത് ആദ്യത്തെ തവണയല്ല. അമ്പലത്തിലേക്ക് വിളിച്ചാൽ ഒരിക്കലും വരുന്നില്ല. പൂജാമുറിയിൽ എപ്പോഴെങ്കിലും കയറിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. പണ്ടൊന്നും ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. പണ്ടല്ല, ഈ അടുത്ത കാലം വരെയും. തിരുപ്പതിയിലും മധുരയിലും ചിദംബരത്തുമൊക്കെ പോയി തൊഴുന്ന കുട്ടിയാണ്. പ്രസാദം എഴുത്തിലിട്ട് അയച്ചു തരിക പോലും പതിവുണ്ട്. ഗുരുവായൂരിൽ പോയ സമയത്ത് മുത്തച്ഛനും അമ്മമ്മയ്ക്കും അമ്മയ്ക്കും മറ്റെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു, വഴിപാട് ചെയ്തു എന്ന് എഴുതിയിരുന്നു.
സിനിമയിൽ ചേർന്നതുകൊണ്ട് പറ്റിയതാണോ? അതാവാനും വഴിയില്ല. അതിൽ പിന്നെയാണല്ലോ നേപ്പാളിലെ പശുപതിനാഥ ക്ഷേത്രത്തിൽ പോയത്. ഒരുപക്ഷെ ഈയിടെയുണ്ടായ അനുഭവങ്ങളാവാം അവൾക്ക് ഇങ്ങനെയൊരു മാറ്റം വരുത്തിയത്. എന്തൊക്കെയാണാവോ സംഭവിച്ചിട്ടുള്ളത്? ചോദിക്കാൻ ധൈര്യം വരുന്നില്ല. അല്ലെങ്കിലും ചോദിച്ചിട്ടെന്ത് കാര്യം? സംഭവിച്ചതൊന്നും മായ്ച്ചാൽ മായില്ലല്ലോ. മുറിയുടെ വാതിൽ തുറന്ന് ലൈറ്റിട്ട് അകത്ത് കടന്ന് കതക് ചാരി. ഒരു നിമിഷം അവിടെ തന്നെ നിന്ന ശേഷം ചുവരിലെ ഫോട്ടോവിൻ്റെ മുന്നിൽ ചെന്നു നിന്നു. അമ്മേ, അച്ഛൻ കണ്ടാൽ വല്ലാതായിരിക്കുന്നു. വിഷാദവും വെറുപ്പും ഒരേ സമയത്ത് ധ്വനിപ്പിക്കുന്ന ആ മുഖത്തേക്ക് ഉറ്റുനോക്കി. ഇപ്പോൾ കണ്ടാൽ എങ്ങനെയിരിക്കുമോ ആവോ? അവൾക്കെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കാണാൻ ഭാഗ്യമുണ്ടല്ലോ. ഇനി കൂടെ കൂടെ കാണുമായിരിക്കും. ഇതൊരു ഭാഗ്യമാണോ? എങ്കിൽ എത്ര നിസ്സാരമായ ഭാഗ്യം. അച്ഛനും അമ്മയും ഉണ്ടായിട്ടും അനാഥയെപ്പോലെ വളരേണ്ടി വരിക. ഇങ്ങനെയൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഇന്ന് എന്തു ഭാഗ്യമായിരുന്നിരിക്കും. സംതൃപ്തമായ സന്തുഷ്ടമായ ചെറിയൊരു കുടുംബം. അച്ഛൻ, അമ്മ, മകൾ. പിന്നെയും 8-9 കുട്ടികളുണ്ടെന്നാണ് കേൾക്കുന്നത്. 8-9 കുട്ടികൾ. ഈ വീട്ടിൽ എന്തൊരു രസമായിരുന്നിരിക്കും. സദാ ഒച്ചയും ബഹളവും. അമ്മേ, ഇത് വേണം. അച്ഛാ, അത് വേണം. അമ്മേ, ഈ ചേച്ചി എന്നെ. പുഞ്ചിരി തൂകി. ഒപ്പം കണ്ണു നിറഞ്ഞു. തിരിഞ്ഞു നടന്ന് കട്ടിലിന്മേൽ വന്നിരുന്നു, താടിക്ക് കൈ കൊടുത്തുകൊണ്ട്. ഇനി ഈ വീട്ടിൽ കുട്ടികളുടെ ബഹളം കേൾക്കണമെങ്കിൽ രാജി പ്രസവിച്ചിട്ട് വേണം. അതിന് നെടുവീർപ്പിട്ടു. ആവോ, അതൊക്കെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവുമോ എന്തോ. അവളുടെ ഇപ്പോഴത്തെ മട്ട് തുടരുകയാണെങ്കിൽ സംശയമാണ്. ഈശ്വര, അവൾക്ക് നന്മ വരുത്തണേ, നല്ല ബുദ്ധി തോന്നിക്കണേ. കല്യാണം കഴിച്ച് 2-3 കുട്ടികളുമൊക്കെയായി കാണാനുള്ള യോഗം അശോകനും അവളും. അത് വേണ്ട, നടപ്പില്ലെന്ന് ശ്രീചേട്ടൻ പറഞ്ഞാൽ പിന്നെ നടക്കില്ല. കുഞ്ഞമ്മയുടെ മോഹം. അന്ന് രാധാകൃഷ്ണന്റെ കാര്യത്തിൽ സമ്മതിച്ചാൽ മതിയായിരുന്നു. ഓ, അതൊക്കെ ആലോചിച്ചിട്ട് എന്താ കാര്യം? എല്ലാം യോഗം പോലെ വരും. അവൾക്കൊരാളെ എവിടെയാണാവോ ഗുരുവായൂരപ്പൻ കണ്ടുവച്ചിട്ടുള്ളത്. എവിടെയെങ്കിലും ഉണ്ടാവും, ഇല്ലാതിരിക്കില്ല. ആരാണ്, എന്നാണ് എന്നൊന്നും ഇപ്പോൾ അറിയില്ല. സമയം വരുമ്പോൾ താനേ വരും. കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ഡ്രസ്സിംഗ് ടേബിളിൻ്റെ സമീപത്ത് ചെന്നപ്പോൾ ചുരുട്ടി റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടിവെച്ചിരുന്ന മാസിക ശ്രദ്ധയിൽപ്പെട്ടു. എടുത്തു തുറന്നു. തിരയിമലർ. രുക്മിണി കൊണ്ടുവച്ചതാവണം. രാജിയുടെ കയ്യിൽ കണ്ടപ്പോൾ വിസ്തരിച്ചൊന്നും നോക്കാൻ പറ്റിയില്ല. സ്റ്റീൽ അലമാര പുറത്തുള്ള വലിയ ടൈം പീസിലേക്ക് കണ്ണയച്ചു. ഇത്തിരി സമയമുണ്ട്, നോക്കിക്കളയാം. കട്ടിലിൽ മെത്താരണ ചാരിയിരുന്ന് റീഡിംഗ് ലാമ്പ് ഓൺ ചെയ്തു. മടിയിൽ നിന്ന് കണ്ണട എടുത്തു വെച്ച് ഇരിപ്പ് സുഖമാക്കി മാസിക നിവർത്തി. കവറിലുള്ള ചിത്രത്തിന് എന്തൊരു ഭംഗിയാണ്. ഇത്രയും സുന്ദരിയായിട്ട്, ഇത്രയും പ്രസന്നയായിട്ട് അവളെ ഒരിക്കലും കണ്ടിട്ടില്ല. ഇങ്ങനെയൊന്ന് ചിരിച്ചു കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഇപ്പോൾ മുഖത്ത് സദാസമയവും വിഷാദമാണല്ലോ. അതെല്ലാം ഒന്ന് അകന്ന് ഇങ്ങനെയൊന്ന് കാണാൻ എന്തെങ്കിലും സാധിക്കുമോ ആവോ? ഏടുകൾ മറച്ചു. വീണ്ടും അവളുടെ പടങ്ങൾ. 2 പേജ് നിറയെ. സോഫായിലിരുന്ന് മാസിക വായിക്കുന്നു. റേഡിയോഗ്രാമിൻ്റെ അടുത്തിരുന്ന് പാട്ട് കേൾക്കുന്നു. പൂച്ചയെ മാറത്തടക്കി പിടിച്ച് ചാരുകസേരയിൽ കിടക്കുന്നു. ഇവൾക്ക് പൂച്ചയെ ഇത്ര ഇഷ്ടമാണോ? പണ്ടൊക്കെ കണ്ടാൽ വെറുപ്പായിരുന്നു, പേടിയായിരുന്നു. വലുതായല്ലോ, ഇപ്പോൾ മാറിയിരിക്കും. കാർ ഓടിക്കുന്നു. പൂജാമുറിയിലിരുന്ന് വീണ വായിക്കുന്നു. വീണയോ? എവിടുന്ന് പഠിച്ചോ? ഓ, കലൈക്കോവിലിൽ പഠിപ്പിച്ചിരിക്കും. എന്നാലും ഒരിക്കലും എഴുതുകയോ പറയുകയോ ഉണ്ടായിട്ടില്ലല്ലോ. ചോദിക്കണം. അറിയുമെങ്കിൽ ഒന്ന് വായിച്ച് കേൾക്കണം. കൊച്ചച്ഛനെയും കേൾപ്പിക്കണം. പേജ് മറിച്ചു. പിന്നെയും പടങ്ങൾ. അടുക്കളയിൽ അടുപ്പത്തെന്തോ ഇളക്കുന്നു. ഇവളോ? അടുക്കളയിലോ? വിശ്വസിക്കാൻ വയ്യ. സിനിമയിലെ ഏതെങ്കിലും രംഗമായിരിക്കും. താഴെയുള്ള വിവരണം വായിച്ചു. സമയമുള്ളപ്പോൾ സ്വയം പാചകം ചെയ്യുക എനിക്കിഷ്ടമാണ്, രാജേശ്വരി പറഞ്ഞു. അമ്മയിൽ നിന്നാണ് ഞാനിത് പഠിച്ചത്. മൂക്കത്ത് വിരൽ വെച്ച് പടത്തിലേക്ക് തുറച്ചു നോക്കി. എന്തൊരു നുണയാണ്. നുണ. ചിരി വന്നു. പബ്ലിസിറ്റിക്ക് വേണ്ടി എന്തൊക്കെയോ എഴുതി പിടിപ്പിക്കുന്നു. കുട്ടിയെ അടുക്കളയുടെ അകം കണ്ടിട്ട് പോലുമില്ല. കയ്യിൽ എങ്ങനെയാണ് പിടിക്കുക എന്ന് പോലും അറിയില്ല. അടുത്ത ഫോട്ടോവിൽ ടെന്നീസ് കളിക്കുകയാണ്. അതും നുണയാവാം. മുറിക്കാലുറ, സ്വെറ്റർ, വെളുത്ത ക്യാൻവാസ് ഷൂസ്. അവളുടെ അച്ഛൻ പണ്ട് കളിക്കുമായിരുന്നു. ടെന്നീസ് കളിച്ച് ഉറച്ച ശരീരം. ശരിക്കൊന്ന് കെട്ടിപ്പിടിച്ചാൽ എല്ല് നുറുങ്ങിപ്പോവും. ആണിയിൽ തൂക്കിയ റാക്കറ്റ്. ചില്ലലമാരകളിൽ വെളുത്ത പന്തുകൾ.
അലമാരച്ചോട്ടിൽ ഷൂസും അവയിൽ കുത്തിത്തിരികിയ ചെമ്മണ്ണ് പുരണ്ട സോക്സും. സിറ്റിംഗ് റൂമിൽ ചൂരൽ കസേരയിലിരുന്ന് കൊക്കക്കോല കുടിക്കുന്നു. കഴുത്തിലൂടെ ഒഴുകുന്ന വിയർപ്പിൽ വെളുത്ത കോളർ ബനിയൻ നനയുന്നു. എന്തോ കണ്ട് ഞെട്ടിയതുപോലെ ശ്രദ്ധ വീണ്ടും മാസികയിലേക്ക് തിരിച്ചു. അടുത്ത പേജിൽ പിന്നെയും ഫോട്ടോ, രാജിയും മറ്റൊരാളും. അയാൾ മടിയിൽ നോട്ട് പുസ്തകം നിവർത്തി വെച്ച് എഴുതുന്നു. താഴെ വിവരണം: രാജേശ്വരിയും തിരൈമലർ പ്രതിനിധിയും. അതിൻ്റെ താഴെ ലേഖനം ആരംഭിക്കുന്നു. വലിയ തടിച്ച ചിത്രലിപികളിൽ: പുതുമുഖം രാജേശ്വരി. ഇരിപ്പ് ഒന്നുകൂടി സുഖത്തിലാക്കി. എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് വായിച്ചു നോക്കാം. സ്കൂൾ പഠിപ്പ് കഴിഞ്ഞതിൽ പിന്നെ തമിഴ് പതിവായി വായിക്കാറില്ല. അതുകൊണ്ട് ഇത്തിരി തപ്പി വായിക്കേണ്ടി വരും. എന്നാലും കലാകാരന്മാർ ജനിക്കുകയാണ്, സൃഷ്ടിക്കപ്പെടുകയല്ല എന്നാണല്ലോ ആപ്തവാക്യം. ആ പഴമൊഴി പൊന്മൊഴിയാണെന്ന് തമിഴ് തിരയുലകത്തിൻ്റെ ചരിത്രം തെളിയിക്കുന്നു. സേവയുടെയും ശുപാർശയുടെയും ഫലമായി പല അന്നക്കാവടികൾ താരങ്ങളായി തീരാറുണ്ടെങ്കിലും എന്നും മങ്ങാതെ നിൽക്കുന്നത് MGR, ശിവാജി ഗണേശൻ, ഭാനുമതി, പത്മിനി, സാവിത്രി, KR വിജയ തുടങ്ങിയ ഏതാനും ചിലർ മാത്രമാണല്ലോ. അവർ കല വളർത്താൻ വേണ്ടി ജനിച്ചവരാണ്. അവരുടെ അണിയിലേക്ക് ഉയരാവുന്ന ഒരു കലാറാണിയാണ് VN പ്രൊഡക്ഷൻസിൻ്റെ തലൈമകളിൽ ഇദംപ്രഥമമായി പ്രത്യക്ഷപ്പെടുന്ന പുതുമുഖം രാജേശ്വരി. അപാരമായ കഴിവുള്ള അനുഗ്രഹീത കലാകാരിയാണ് രാജേശ്വരി എന്ന് സെറ്റിൽ അവളെ കണ്ടിട്ടുള്ളവരൊക്കെ തലകുലുക്കി സമ്മതിക്കുന്നു. സിനിമാ ലോകത്തിൽ വിജയത്തിന് വേണ്ടുന്ന ഘടകങ്ങൾ അഴക്, യൗവനം, അഭിനയ പാടവം, നൃത്തവൈദഗ്ധ്യം എന്നിവയാണല്ലോ. ഈ 4 ഇനത്തിലും കുമാരി രാജേശ്വരിയെ ഈശ്വരൻ കനിഞ്ഞു കടാക്ഷിച്ചിട്ടുണ്ട്. കൂടാതെ ഉയർന്ന കുടുംബത്തിൽ പിറന്നു വളർന്ന ഒരു തെന്നിന്ത്യൻ പെൺമണിക്ക് സഹജമായ അടക്കം, ഒതുക്കം, വിനയം, ഭക്തി തുടങ്ങിയ ഗുണങ്ങളിലും അവൾ സമ്പന്നയാണ്. ഒരു വ്യാഴാഴ്ച 10 മണിയോടെയാണ് ഞാനവരെ സന്ദർശിക്കാൻ ചെന്നത്. എഡ്വേർഡ് എലിയട്ട് റോഡിൽ ചെന്ന് ചേരുന്ന ഒരു ഇടവഴിയിലാണ് അവരുടെ താമസം. ആർഭാടമില്ലാത്ത ചെറിയൊരു ബംഗ്ലാവ്. ഒരു വലിയ സിനിമാ താരത്തിൻ്റെ വീടാണെന്ന് തോന്നില്ല. ഞാൻ സംഭാഷണത്തിനിടയിൽ പറയുകയുണ്ടായി. ഞാൻ താരമായിട്ടില്ലല്ലോ എന്നാണ് അവർ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞത്. താരമായാലും ലളിത ജീവിതം നയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം, എൻ്റെ അമ്മയെപ്പോലെ. അമ്മയെപ്പോലെ? സുഭദ്രയമ്മ ആ വാചകം ഒരു പ്രാവശ്യം കൂടി വായിച്ചു. അമ്മയെപ്പോലെ. മലേഷ്യയിലെ വലിയ കോടീശ്വരന്മാരിൽ ഒരാളുടെ മകളാണ് രാജേശ്വരിയുടെ അമ്മ. സമ്പത്തിൻ്റെ ഒത്ത നടുവിലും അവർ ലളിതമായ ജീവിതമാണ് നയിക്കുന്നത്. ആ വാചകവും ഒരിക്കൽ കൂടി വായിച്ചു. അതിനുശേഷം അതിൻ്റെ മുൻപിലത്തെ വാചകം വീണ്ടും വായന തുടർന്നു. തികച്ചും ലളിതമായ വസ്ത്രം ധരിച്ച് മേക്കപ്പില്ലാതെ മഞ്ഞൾ കുങ്കുമം അണിഞ്ഞു നിൽക്കുന്ന ഈ നാടൻ പെൺകിടാവാണ് ആദ്യ ചിത്രം പുറത്തു വരും മുൻപേ തന്നെ ഇത്രയേറെ കോലാഹലം സൃഷ്ടിച്ചു കഴിഞ്ഞ കുമാരി രാജേശ്വരി എന്ന് ആരും വിശ്വസിക്കുകയില്ല. ചടച്ച് വെളുത്ത് മുല്ലപ്പൂമാല പോലെയുള്ള അവളെ കണ്ടാൽ സ്കൂൾ വിദ്യാർത്ഥിയാണെന്നേ തോന്നൂ. മെടഞ്ഞു വെക്കാതെ അഴിച്ചിട്ട മുടി അരവരെ എത്തിയിരുന്നു. സുഭദ്രയമ്മ ഒന്ന് ശങ്കിച്ചു നിന്നു. ഒരിക്കൽ കൂടി വായിച്ചു നോക്കി. അത്ര മുടിയോ രാജിക്കോ? ഒരിക്കലും ഉണ്ടായിരുന്നില്ല, പോഴുമില്ല. പിന്നെ എങ്ങനെ ഇടയ്ക്ക് വെച്ച്? പോട്ടെ, വായന തുടരാം. എത്തിയിരുന്നു. വീതിയുള്ള നെറ്റിയിൽ ചന്ദനക്കുറി തൊട്ടിരുന്നു. കണ്ണിൽ മഷി എഴുതി വാലിട്ടിരുന്നു. കാതിൽ കമ്മലും കഴുത്തിൽ നനുത്ത ഒരു ചെയിനും വലത്തെ കയ്യിൽ ഒറ്റവളയും മാത്രമായിരുന്നു ആഭരണങ്ങൾ. വെളുത്ത വോയിൽ സാരിയാണ് ധരിച്ചിരുന്നത്. അസാമാന്യമായി ഈ അഴകിൻ്റെ മുമ്പിൽ മിഴിച്ചു നിന്നു പോയതുകൊണ്ട് അടുത്തു തന്നെ ഉണ്ടായിരുന്ന പടമുതലാളി ശ്രീ വാസുദേവന്റെ സാന്നിധ്യം ഞാൻ അറിഞ്ഞതുപോലുമില്ല. വായന നിർത്തി വാസുദേവൻ എന്ന വാക്കിലേക്ക് തുറച്ചു നോക്കി. അങ്ങനെ നോക്കിയാൽ അയാൾ ദഹിച്ചു പോയേക്കുമെന്ന മട്ടിൽ. അവനാണ്, ആ ദ്രോഹിയാണ് എൻ്റെ കുട്ടിയെ നശിപ്പിച്ചത്. ഞാൻ അറിഞ്ഞതുപോലുമില്ല. ഹാബിയെപ്പറ്റി ചോദിച്ചപ്പോൾ കഴിയുന്നത്ര കാലം സിനിമയിൽ അഭിനയിക്കണം എന്നാണ് ആഗ്രഹം എന്നായിരുന്നു മറുപടി. തമിഴ് സിനിമയുടെ നിലവാരവും പ്രശസ്തിയും ഉയർത്തുന്നതിൽ എന്നാലാവുന്നത് ചെയ്യണം. മറ്റൊരു വിചാരവും ഇപ്പോഴില്ല. അപ്പോൾ വിവാഹം, കുടുംബം എല്ലാ സ്ത്രീകളുടെയും, പ്രത്യേകിച്ച് നമ്മുടെ തെന്നിന്ത്യൻ സ്ത്രീകളുടെ സ്വപ്നവും സ്വർഗവും ദാമ്പത്യവും മാതൃത്വമാണല്ലോ. ഞാനും വ്യത്യസ്തയല്ല. പക്ഷേ അവർ നാണം കുടുങ്ങി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, അതിന് കാലം ഇനിയുമുണ്ടല്ലോ. അടുത്ത ചോദ്യം ആശങ്കയുടെ ആണ് ചോദിച്ചത്. കോപിക്കില്ലെങ്കിൽ ഞാനൊരു സംഗതി ചോദിക്കട്ടെ? സ്റ്റുഡിയോ വൃത്തങ്ങളിൽ ചിലതൊക്കെ കേൾക്കാനുണ്ട്. മിസ് രാജേശ്വരിയും മിസ്റ്റർ വാസുദേവനും. ഞാനത് നിഷേധിക്കുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും വേണ്ടി നിഷേധിക്കുന്നു. ശ്രീ വാസുദേവൻ പൊട്ടിത്തെറിച്ചു. സിനിമാ ലോകത്തിലെ ഒരു രോഗമാണിത്. കാമ്പില്ലാത്ത കെട്ടുകഥകൾ പരത്തുക. തിരൈമലർ പോലെയുള്ള മാന്യമായൊരു മാസികയിലൂടെ
ഈ കിംവദന്തി നിഷേധിക്കാൻ സാധിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. മിസ് രാജേശ്വരി ഞാൻ കണ്ടെത്തിയ താരമാണ്. അവൾ താരമായി തുടരും. ഞാൻ പ്രൊഡ്യൂസറായിട്ട്. ഞാൻ വിവാഹിതനും 2 കുട്ടികളുടെ അച്ഛനുമാണ്, കുടുംബനാഥനുമാണ്. രാജേശ്വരി വളരെ വലിയ കുടുംബത്തിൽ പിറന്ന അങ്ങേയറ്റത്തെ സ്വഭാവശുദ്ധിയുള്ളൊരു പെൺകിടാവാണ്. ഞങ്ങളെ കരുതേച്ച് കാണിക്കാൻ അസൂയക്കാർ ഓരോന്ന് പറഞ്ഞു പരത്തും. അതിൽ ഞങ്ങൾക്ക് കുലുക്കമില്ല. രാജേശ്വരി എൻ്റെ കണ്ണിൽ ചെറിയൊരു കുട്ടിയാണ്, എൻ്റെ മകളെപ്പോലെയാണ്. അദ്ദേഹം എനിക്കൊരു ഗുരുവിനെ പോലെയാണ്. രാജേശ്വരി വിഷാദഭാവത്തിൽ തുടർന്നു. മറ്റൊരു തരത്തിൽ ചിന്തിക്കാൻ സ്വപ്നത്തിൽ പോലും എനിക്ക് സാധ്യമല്ല. കുറച്ചു നേരം മാസികയിലേക്ക് തുറച്ചു നോക്കിയ ശേഷം അത് മടിയിൽ കമഴ്ത്തി വെച്ചു. ലേഖനം പിന്നെയും ബാക്കിയുണ്ട്, പക്ഷേ വായിക്കാൻ തോന്നുന്നില്ല. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? മകൾ, ഗുരു, നിഷേധം. പിന്നെ എന്തിനു വേണ്ടിയാണ് അവൾ? വാസുദേവനുമായി പ്രേമത്തിലായിരുന്നു. എന്തോ കാരണം കൊണ്ട് തെറ്റിപ്പിരിഞ്ഞപ്പോഴാണ് ഉറക്ക ഗുളികകൾ കഴിച്ചത് എന്നാണ് ഇതുവരെ മനസ്സിലാക്കിയത്. ശ്രീചേട്ടനും അതുതന്നെയാണ് പറഞ്ഞത്. ഇതിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു. ഏതാണ് സത്യം, ഏതാണ് ശരി? ഈ നിഷേധിക്കലൊക്കെ ഒരുപക്ഷെ വെറും കാട്ടിക്കൂട്ടലാവാം. അങ്ങനെയാണല്ലോ പതിവ്. അതെ, ഇതാവണം നുണ. ഇത് നുണയാണെങ്കിൽ അവരെന്തിന് തെറ്റിപ്പിരിഞ്ഞു? ഇത് സത്യമാണെങ്കിൽ അവളെന്തിന്? ഒന്നും പിടികിട്ടുന്നില്ല. സത്യം അവളോട് ചോദിച്ചാൽ അറിയാം. പക്ഷേ എങ്ങനെയാണ് ചോദിക്കുക? ചോദിച്ചാൽ അവൾ കരഞ്ഞ് സാധ്യമല്ല. എന്തോ ആവട്ടെ, ഒരു പേക്കിനാവ് പോലെ അത് കഴിഞ്ഞു പോയല്ലോ. അതൊരു സമാധാനം. എന്നാലും എൻ്റെ കുട്ടിക്ക് അങ്ങനെ ഒരു മഹാബദ്ധം എങ്ങനെ പറ്റി? എന്താണാവോ ഈ മനുഷ്യനിൽ അവൾ കണ്ടത്? മധ്യവയസ്കൻ, 2 കുട്ടികളുടെ അച്ഛൻ. കണ്ടാൽ അത്രയ്ക്കൊക്കെ യോഗ്യനാണോ? പെട്ടെന്ന് മാസികയെടുത്ത് ഏടുകൾ മറിച്ചു. ഒരുപക്ഷെ അയാളുടെ ഫോട്ടോ ഇതിലെവിടെയെങ്കിലും കാണും. വിരലുകൾ വിറച്ചു. ഏടുകൾ തമ്മിൽ ഒട്ടിപ്പിടിച്ചു. ഒരു വിധത്തിൽ പേജുകൾ കണ്ടുപിടിച്ചു. വായിച്ചു നിർത്തിയ ഏട് മറിച്ചു. അതാ അവളും അവളുടെ തോളത്ത് കൈയിട്ടുകൊണ്ട് വിവരണത്തിലേക്ക് കണ്ണോടിച്ചു. അതെ, രാജേശ്വരിയും പ്രൊഡ്യൂസർ വാസുദേവനും. അയാളുടെ മുഖത്ത് തുറച്ചു നോക്കി. പരുക്കൻ മുഖം. കണ്ടാലേ അറിയാം മൂർഖനാണെന്ന്. കൂട്ടരെ ചതിക്കുന്ന കൂട്ടുപുരികം, ഉണ്ട കണ്ണുകൾ, റൗഡികളുടേതുപോലെയുള്ള മീശ, തടിച്ച കണ്ണട, പട്ടാളക്കാരനെ പോലെയുണ്ട്. ഒരു സത്വം. ഈ മനുഷ്യനെ കണ്ടിട്ടാണോ രാജി? കഷ്ടം, പെണ്ണിന് ഭ്രാന്തായിരുന്നിരിക്കണം. മാസിക പതുക്കെ അടച്ച് ഡ്രസ്സിംഗ് ടേബിളിന്മേലിട്ടു. കൈ തലയ്ക്ക് പിന്നിൽ കൊടുത്ത് തലയിണയിൽ ചാരി അർത്ഥശയനത്തിൽ കിടന്നു. തട്ടിൽ ചലനമില്ലാതെ തൂങ്ങി നിൽക്കുന്ന ഫാനിൽ കണ്ണു നട്ടുകൊണ്ട്. കോണിത്തളത്തിലെ ക്ലോക്കിൽ 11 അടിച്ചു. എണീറ്റ് താഴെ പോകേണ്ട സമയമായി. പക്ഷെ ഒന്നിനും തോന്നുന്നില്ല. കാലുകൾ നിവർത്തി നീട്ടിവെച്ചു. കിടപ്പ് ഒന്നുകൂടി സുഖമാക്കുക മാത്രം ചെയ്തു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 2ാം അധ്യായം വായിച്ചു കഴിഞ്ഞു. അടുത്ത അധ്യായവുമായി വേഗം വരാം. താങ്ക് യു.